ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ ഡണ്ണായി ഞാനും മമ്മിയും കൂടി പുറത്തു പോകും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കൊടുത്തു. അവിടുന്ന് എക്സിറ്റ് ചെയ്യുക, നേരെ സീമാസി പോകണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ സീമാസി പോകണം. അപ്പോൾ ഒന്ന് എക്സിറ്റ് ചെയ്യാൻ ഞാനും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അടുത്തായിട്ട് ഇനി സീമാസിലാണ് പോകണം. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കാം. എനിക്ക് കഴിച്ചപ്പോൾ ഇനി നേരെ ആലുവയ്ക്ക് പോയിട്ട് കാണിക്കാം. ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പോണ വഴിക്ക് കണ്ടതാണ് ആ വണ്ടി കണ്ടത്. ആ ഒരു വണ്ടി കണ്ടോ, അതിൽ ഒരു കുട്ടീനെ നടുക്കിലിരുത്തിയാൽ കൊണ്ടുപോകണം. അത് എന്ത് റിസ്ക്കാന്ന് അറിയാം. നിങ്ങൾക്ക് കൈ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടോ, ഇങ്ങനെ നടുക്കിലിരുത്തിയിട്ടാണ് കൊച്ചുങ്ങളെ കൊണ്ടുപോകുന്നത്. എത്രത്തോളം എന്താണ് മമ്മി, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കൊച്ചിനെ നടുക്കിൽ വെച്ചിട്ടാണ് ആ ഒരു വ്യക്തി കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം റിസ്ക്കാണെന്ന് അറിയോ. ആ കുട്ടിയെ ഞാൻ വീണ് എന്ത് ചെയ്യാമേ. മമ്മിയാണ് വ്ളോഗ് എടുക്കുന്നത്. അങ്ങോട്ട് കൊണ്ടുപോകേണ്ടി വരും. ഇവിടെയൊക്കെ തിരക്കാണ്, എന്നാലും നമ്മള് ഓക്കെ. അപ്പം ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് സീമാസിൽ. ഇത് ബസ് എടുക്കാം. അപ്പോൾ ഞങ്ങൾ സീമാസ് എത്തിയിരിക്കുന്നു. അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, കുട്ടികളെ അങ്ങനെ വെച്ച് കൊണ്ട് നടക്കരുത്. കാരണം നമ്മുടെ കാലിൻ്റെ ആ പുള്ളിയുടെ കാലിൻ്റെ നടുക്കിലിരിക്കണം. വേറൊരു പിടിക്കാനൊരു മാർഗ്ഗമില്ല. എന്തെങ്കിലും ഇൻ കേസ് ഒരു പെട്ടെന്നൊരു ബ്രേക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പെട്ടെന്നൊരു ബ്രേക്ക് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ്റെ തലയൊക്കെ ചെന്ന് ഇടിക്കാനോ അല്ലെങ്കിൽ കാലിൻ്റെ ഉള്ളിൽ നിന്ന് തെറിച്ച് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളാണ്, മറ്റുള്ളവരുടെ കുട്ടികളല്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ മാക്സിലെത്തിയിരിക്കുകയാണ്. മമ്മിക്ക് അപ്പോൾ അവിടെ നിന്ന് താല്പര്യപ്പെട്ടില്ല. അപ്പോൾ മാക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഷോപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. മാക്സിൻ്റെ ഉള്ളിലും കൂടി കയറിയിട്ട് നോക്കാമെന്നാണ് മമ്മി പറയുന്നത്. ടീഷർട്ടും കാര്യങ്ങളൊക്കെ. മമ്മി ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ. അയ്യോ ലേഡീസാണ്. മേളിലാന്ന് തോന്നുന്നു, ജെൻസ് മേളിലാണ്. അപ്പോൾ കഴിച്ച് ഞങ്ങൾ മാക്സിലെത്തിയിരിക്കുകയാണ്. അത് അത്യാവശ്യം സെയിം ഒക്കെ തന്നെയാണ്. സുതിയോടെ സെയിം കളക്ഷൻസൊക്കെ തന്നെയാണ് മാക്സിലും. അപ്പോൾ ഞങ്ങൾ മാക്സിലും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു കഴിച്ച് കയറി നോക്കിയിട്ട് കാണിക്കാം. നമ്മൾ ജെൻസിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഓഫർ നടക്കുന്നുണ്ട്. ഫുൾ ഓഫേഴ്സാണ്. 299 കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, ഫുൾ ഓഫേഴ്സാണ്. കണ്ടോ കഴിച്ച് മമ്മി. ഇത് ലേഡി ജെൻസ് കിഡ്സിൻ്റെ സെക്ഷനാണോ? ജെൻസ് മേളിലാണത്. കിഡ്സിൻ്റെ സെക്ഷനാണ്. അതിൻ്റെ മേളിലാന്ന് തോന്നുന്നു. ഇതിൻ്റെ മേളിലാണ് മമ്മി. അപ്പോൾ ഗൈസ് ഞങ്ങൾക്ക് നൈസായിട്ട് പണി പറ്റും. ഞങ്ങൾ കിഡ്സിൻ്റെ സെക്ഷനിലാണ് വന്ന് കയറിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ജെൻസിൻ്റെ സെക്ഷനിലേക്ക് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെയിം സ്റ്റുഡിയോയിലും മാക്സിമം വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ റേറ്റും ഏകദേശം സെയിമൊക്കെ തന്നെ. അപ്പം ഞങ്ങൾ മേളിലെത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെയും കണ്ടോ ഗൈസ് സെയിമൊക്കെ തന്നെ. ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടോ. കളക്ഷൻ കൂടുതൽ എനിക്ക് തോന്നുന്നു സ്റ്റുഡിയോയിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഏകദേശം എല്ലാം സെയിമൊക്കെ തന്നെ. അമ്മി ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ടീഷർട്ടിന് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ പക്ഷേ ടീഷർട്ടിന് കളക്ഷൻസ് ഒന്നും ഇല്ല. ഇവിടെയും അത്യാവശ്യം ഓഫേഴ്സിന് കിട്ടുന്നുണ്ട്. എല്ലാവരും മാക്സിലും കൂടിയും കയറി നോക്കുക. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. തിരക്കില്ല, പക്ഷെ മാക്സിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയുണ്ട് അത്യാവശ്യം ടീഷർട്ട്. ഇപ്പോൾ ന്യൂ ഇയറിൻ്റെ സ്റ്റോക്ക് ഔട്ട് ചെയ്യണതിനെ കൊണ്ട് എല്ലായിടത്തും മാക്സിമം നല്ല ഓഫേഴ്സ് ഉണ്ട് ഗൈസ്. ജീൻസൊക്കെ അത്യാവശ്യം ജീൻസിൻ്റെ കളക്ഷൻ കൂടുതൽ മാക്സിലുണ്ടോ ഗൈസ്. ഉണ്ട് നല്ല കാർഗോ ജീൻസും പാച്ചഡൊക്കെ ആയിട്ടുള്ള ജീൻസിനൊക്കെ കണ്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി ഡിസൈൻസുള്ള ജീൻസൊക്കെ നമുക്ക് മാക്സിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സും സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഷോപ്പ് ചെയ്യുക. എല്ലായിടത്തും നല്ല രീതിയിലുള്ള ഓഫേഴ്സ് ഉണ്ട്. മാക്സും പറ്റില്ല. അപ്പോൾ സീമാസിലേക്ക് തന്നെ പോകുന്ന എല്ലാം ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. അത് കാരണം കൊണ്ട് നമുക്ക് ഇതും പറ്റില്ല. ഇനി സീമാസം കൂടി നോക്കാൻ തുടങ്ങി. കിഡ്സിൻ്റെ സെക്ഷൻ അല്ല.
ഞങ്ങൾ സീമാസിലേക്ക് പോകണം. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ മാക്സ്, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ കയറിയത്. സീമാസിലേക്ക് തിരിച്ച് പോകണം. അപ്പോൾ അങ്ങനെ ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ സീമാസിലെത്തിയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ട് അങ്ങനെ ഈ വീഡിയോ ചിലപ്പോൾ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ സീമാസിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഗൈസ് മാക്സ് അതായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പിന്നെ സീമാസിലേക്ക് വന്നിട്ടാണ്. മമ്മി അവിടെ പിന്നെയും കയറി ഷോപ്പ് ചെയ്യാൻ സീമാസിൽ കയറിയിട്ട് അവിടെ കൂടി നോക്കാമെന്നാണ്. മമ്മിക്കൊരു തൃപ്തിക്ക് വേണ്ടിയാണ്. ഇവിടെ നല്ലതുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങും. ഗൈസ് അങ്ങനെ മമ്മി ജെൻസിൻ്റെ സെക്ഷനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ജെൻസിൻ്റെ സെക്ഷൻ ഇവിടെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ഇത് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും ഞാൻ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ്. ഇതാണ് ജെൻസിൻ്റെ സെക്ഷനിൽ ഉള്ളിലത്തെ ഒരു ഔട്ട്ലെറ്റ് സീമാസിൽ. മമ്മിക്കിപ്പോൾ അവിടെ നിന്നും ടീഷർട്ട് നല്ലത് കിട്ടാത്തതുകൊണ്ടാണ് മമ്മി ഇങ്ങോട്ട് തിരിച്ച് വന്നത്. അപ്പോൾ മമ്മിയുടെ ടീഷർട്ട്സ് ആണോ, മമ്മിക്ക് പറ്റിയ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. വേണ്ടോ സ്മോള് അത് നോക്കിയെടുക്കേണ്ടി വരും മമ്മി. അപ്പോൾ ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ മമ്മി സെലക്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ മമ്മിക്ക് 2 ഇഷ്ടപ്പെട്ടു. എന്നാലും മമ്മി ഒരു നല്ലത് പുള്ളിക്ക് പറ്റിയ ടൈപ്പ് ഇവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മമ്മി നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ വീടെത്തിയിട്ട് ചിലപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. കൂടുതൽ കാര്യങ്ങളൊന്നായിട്ടൊന്നും കാണിക്കാനൊന്നും ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ ഈ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. മമ്മി പറഞ്ഞ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അഡിഡാസാണോ അബിബാസാണോ എന്നറിയില്ല ഗൈസ്. ഒറിജിനലായിരിക്കും എന്നറിയില്ല. സീമാസിലാണ്. അപ്പം ഒറിജിനൽ ഒന്നും ആയിരിക്കില്ല കേട്ടോ. അഡിഡാസിൻ്റെ ഒറിജിനലൊന്നും കിട്ടില്ല. പക്ഷെ നമുക്ക് ഏകദേശം നല്ല രീതിയിലുള്ളതൊക്കെ ഒരു ട്രഡീഷണൽ ലുക്കുള്ള ഐറ്റംസൊക്കെ നമുക്ക് സീമാസിൽ കിട്ടുന്നതായിരിക്കും. പക്ഷെ മാക്സിമം സ്റ്റുഡിയോയിലും അങ്ങനെയല്ല, ഭയങ്കര മോഡേൺ ആണ്. വെസ്റ്റേൺ ഡിസൈൻസ് ആണ് അവർ കൂടുതലും പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പം മമ്മി ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാര വേണ്ടാമേ കൊള്ളൂല. മമ്മി കൂടുതലും ട്രഡീഷണലൊക്കെ ഇവിടെ നിന്നാണ് ചൂസ് ചെയ്യാറ്. ഗൈസ് ഇപ്പോൾ മമ്മി പറഞ്ഞ് സെലക്ട് ആക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അതും കൂടി വാങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോവും. അവിടെ എന്താ സംഭവിക്കാമെന്ന് നമുക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ എന്താണ് സംഭവിക്കാമെന്ന്. ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പം ഇനി ബില്ല് ചെയ്തിട്ട് നേരെ പോവുക. അയ്യോ ഗൈസ് രാത്രിയായി. ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഇരുട്ടായ കാര്യം അറിഞ്ഞിട്ടില്ല. അത് കണ്ട 6:30 സമയം. അപ്പം ഇവിടുന്ന് ബില്ലടിച്ച് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ ഇവിടം വരെ ഉണ്ടാവുള്ളൂ. വേറെ കാര്യം കൂടുതലായിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇതുവരെ ഉണ്ടാവുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ മമ്മി, ടാറ്റ പറയും. ടാറ്റാ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ടാറ്റാ.